ഹായ് ഗായ്സ്, ഇന്ത ആട്ടം പോതുമാ എന്താണെന്നല്ലേ? ഇന്നത്തെ ഉർവിൽ പട്ടേലിൻ്റെ ഇന്നിങ്സിനെ പറ്റിയാണ്. എന്ന ഒരു വണ്ടർഫുൾ ഇന്നിങ്സ് അല്ലേ? അദ്ദേഹം ഇന്ന് നിറഞ്ഞാടിയെന്ന് തന്നെ പറയാം. ആ ഒരു ഇന്നിങ്സാണ് ആക്ച്വലി ഇന്നൊരു ടേണിംഗ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അതായത് അദ്ദേഹത്തിൻ്റെ 23 ബോളിൽ 65 റൺസ്, 8 സിക്സസ്. അദ്ദേഹം കയറിയ സമയത്ത് സിക്സോടെ സിക്സ്. അപ്പോൾ നമുക്ക് സിംഗിൾ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ സിംഗിൾ ഇടുന്നത് എന്നൊരു ചിന്ത പോലും നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ അടിപ്പിച്ച് 3ഉം 4ഉം 5ഉം സിക്സ് അടിപ്പിച്ച് അദ്ദേഹം ഒരു ടേണിംഗ് പോയിൻ്റ് ഇന്നിങ്സാണ് കളിച്ചത്. അതാണ് ഇന്നത്തെ മാച്ചിൽ LSG വേഴ്സസ് CSK ഒരു വഴിത്തിരിവായത്. അപ്പോൾ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ CSK വേഴ്സസ് LSGക്ക് ഇനിയും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നേടാനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ CSK മുന്നോട്ട് പോകണമെങ്കിൽ LSGയുമായിട്ടും ജയിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ LSGക്ക് വേണ്ടി ഇംഗ്ലീഷ് നല്ലൊരു ഇന്നിങ്സ്, 33 ബോൾസിൽ 85 റൺസ്, 6 സിക്സ് അടക്കം. പിന്നെ നല്ലൊരു തുടക്കം കൊടുത്തു. അതുപോലെ ഷഹബാസ് അഹമ്മദും ഒരു 43 റൺസോടെ നല്ലൊരു ഫിനിഷിംഗ് ടച്ചിലേക്ക് ഒരു 203 റൺസ് LSG എടുത്തു. അപ്പോൾ നമ്മൾ ഓർത്തും ഓക്കെ നല്ലൊരു പിച്ചാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈവൻ പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ ഒരു വണ്ടർഫുൾ സ്റ്റാർട്ടിങ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്യാമിയോ എന്ന് ഇപ്പോൾ പറയാം. കാരണം അദ്ദേഹം ഒരു ബോൾ അതൊരു അത്രയ്ക്കും നല്ലൊരു ബോളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് പക്ഷേ സ്ലൈഡറായിരുന്നു. അദ്ദേഹം അത് പുള്ളി ചെയ്യാന്നുള്ള രീതിയിൽ, പക്ഷേ ബോൾ വേണ്ടത്ര അങ്ങോട്ട് പൊങ്ങി വന്നില്ല. അപ്പോൾ ബൗൾഡാവുകയായിരുന്നു. പിന്നെ വന്നതാണ് അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്നത് ഉർവിൽ പട്ടേൽ. 6 അതല്ലാതെ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് വണ്ടർഫുൾ. ഇങ്ങനെ ആയുഷ് മാത്രമേ പോയപ്പോൾ നമ്മൾ ഓർത്തു ഇനി ആരാണ് ഇപ്പോൾ അതാണ് ഉർവിൽ പട്ടേൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ കളികളിലൊക്കെ ഈ ഒരു ഇതിലാണ് പോയേക്കുന്നത്, ഒരു അറ്റാക്കിംഗ് ഇതിലേക്കാണ് പോയത്. പക്ഷേ ഈ ഒരു കളി സൂപ്പർ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോട്ട്സും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അദ്ദേഹം ഔട്ടായ പിന്നെ രുദ്രാജ് ഒരു 42 റൺസിൻ്റെ ഒരു ചെറിയൊരു നോർമലൊരു എന്താ പറയുക, ഒരു കൂടെ നിന്നൊരു ഇന്നിങ്സ് കളിച്ചെന്ന് നമുക്ക് പറയാം. അദ്ദേഹം അത്രയും കളിച്ചു, ഫോമിലായി വരുന്നുണ്ട്. പൂർണ്ണ ഫോമിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ബ്രെവിസ്, ശിവൻ ദുബൈ പിന്നെ ഉള്ളവർ എനിക്ക് തോന്നുന്നു മിഡിൽ ഓർഡർ ഇച്ചിരൂടെയൊക്കെ ഒരു സപ്പോർട്ടീവ് ഒരു കാര്യങ്ങളിലേക്ക് വരണമെന്ന് തോന്നുന്നു. കാരണം കളി ഒരു ടൈറ്റിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരെ പോയിരുന്നു അല്ലേ? അപ്പോൾ നമ്മളോർത്തു എങ്ങനെയാണ് ലാസ്റ്റ് ഓവർ അദ്ദേഹം. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള, പന്തിൻ്റെ ഒരു ഡിസിഷൻ മാർക്കം അത് പന്ത് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു ഓഫ് സൈഡിലേക്ക് ബോൾ എറിയുക, ഓഫ് സൈഡ് പാക്ക് ചെയ്യുക, അവിടത്തേക്ക് ഷോട്ട് പോവുക, സിംഗിളുകളിൽ പിടിക്കാം എന്നുള്ളത്. പക്ഷേ കംപ്ലീറ്റ്ലി എന്താ പറയുക, മാർക്കും ഫസ്റ്റ് ഓവറാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെന്ന് തോന്നില്ല. ഷമ്മി ബാക്കി ഉണ്ടായിരുന്നു, ഷമ്മിയെ കൊണ്ട് എറിയിപ്പിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷനായിരുന്നു. അത് ഏതായാലും CSKക്ക് ഗുണമായി. CSK അങ്ങനെ 12 പോയിൻറ്റോടെ 5ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അടുത്ത കളിയും LSGക്കെതിരെയാണ്. എനിക്ക് തോന്നുന്നു CSK പ്ലേ ഓഫിൽ കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം LSG ആയിട്ട് അടുത്ത കളി എന്തായാലും നല്ലതായിട്ട് കളിക്കുക തന്നെ തോന്നും. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തപ്പോഴാണ് നല്ലതായിട്ട് കളിക്കുന്നത് സൂക്ഷിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം CSKയുടെ ബോളിംഗ് ലൈനപ്പായാലും ബാറ്റിംഗ് ലൈനപ്പായാലും പെർഫെക്റ്റ് മാച്ചാണ്. അവർക്കിനിയും ഒരു നല്ല രീതിയിൽ കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കിനി അടുത്ത കളി LSGയുമായിട്ട് ആ കളിയും ജയിക്കട്ടെ. പിന്നെ SRHുമായിട്ടുള്ള കളികളും അതും എല്ലാം ജയിക്കട്ടെ. അന്നേരം നമ്മൾ പ്ലേ ഓഫിലേക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.